Today we can check breeder reactor. What's meant by this breeder reactor? You know, that is uranium-235. This is the only fissile material that is found in nature. നമ്മളുടെ നേച്ചറിലുള്ള ഒറ്റ ഫിസൈൽ മെറ്റീരിയലാണ് uranium-235 എന്ന് പറയുന്നത്. But you know, the natural uranium, നമ്മൾ മൈൻ ചെയ്തെടുക്കുന്ന natural uranium that contains uranium-238 and uranium-235. Among them, uranium-238 is 99.3% and only 0.7% is available as uranium-235. അപ്പോൾ നാച്ചുറൽ യുറേനിയത്തിൽ ഏറ്റവും കൂടുതലുള്ളത് uranium-238 ആണ് ആൻഡ് ഓൺലി ലെസ് എമൗണ്ട് ഓഫ് uranium-235, ഓൺലി അബൌട്ട് 0.7%. സോ uranium-238 ഫിസൈൽ അല്ല. അപ്പോൾ ഫിസൈലായിട്ടുള്ള എലമെൻറ്റ് ദാറ്റ് ഈസ് ന്യൂക്ലൈഡ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ നോക്കൂ, നമ്മൾ നാച്ചുറൽ യുറേനിയം ഒരു ഫ്യൂവലായി എടുക്കുമ്പോൾ വളരെ കുറച്ച് എമൗണ്ടേ uranium-235 ഉണ്ടാവുള്ളൂ. സോ നമുക്ക് വേണ്ടത്ര എനർജി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലേ, കാരണം ആ എമൗണ്ട് കഴിഞ്ഞു വെച്ചാൽ റിയാക്ഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യും. So later it was found that there are some other nuclides like plutonium-239 and uranium-233. These are also found to be fissile. plutonium-239 uranium-233 അതും ഫിസൈലാണ് എന്ന് പിന്നെ മനസ്സിലാക്കി. ബട്ട് ദേ ആർ നോട്ട് നാച്ചുറലി ഒക്കറിങ്. ഇവരെ പക്ഷെ നമുക്ക് നാച്ചുറൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് കിട്ടില്ല. ഓൺലി നാച്ചുറൽ മെറ്റീരിയൽ ഈസ് uranium-235. അപ്പോൾ ഇവർ കൂടി നമുക്ക് അങ്ങനെ റേഡിയോ ആക്ടിവിറ്റി തരുന്നുണ്ട് എന്ന് മനസ്സിലായപ്പോൾ later there are certain developments occur in which that these two nuclides can be prepared from uranium-238 and thorium-232 respectively. ഇവർ നാച്ചുറലി അവൈലബിൾ അല്ലെങ്കിൽ കൂടി ഇവരെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് മനസ്സിലാക്കി. സോ ഫസ്റ്റ് വി ക്യാൻ ചെക്ക് ദാറ്റ് uranium-92-238 നമുക്കറിയാം ഇത് ഓൾറെഡി അവൈലബിൾ ആണ് അല്ലേ. ദാറ്റ് ഈസ് നാച്ചുറൽ യുറേനിയം കണ്ടെയ്ൻസ് uranium-238. അതിലേക്ക് നമ്മൾ ന്യൂട്രോൺ ബൊമ്പാർഡ്മെൻറ്റ് നടക്കുക. ന്യൂട്രോൺ നോക്കൂ, ന്യൂട്രോൺ ആഡ് ചെയ്തപ്പോൾ ബൊമ്പാർഡ് ചെയ്യുമ്പോൾ ദാറ്റ് വിൽ കൺവേർട്ടഡ് ഇൻ ടു uranium-92-239 ആയി മാറി. അതിൽ നിന്നൊരു ബീറ്റ എമിറ്റ് ചെയ്തു, അപ്പോൾ നെപ്റ്റ്യൂണിയമായി. അതിൽ നിന്നൊരു ബീറ്റ എമിറ്റ് ചെയ്തപ്പോൾ നമ്മളുടെ പ്ലൂട്ടോണിയം, വി ഹാവ് ദാറ്റ് plutonium-239 ആൻഡ് ദിസ് ഈസ് ഫിസൈൽ. ഈ ന്യൂക്ലൈഡ് എന്ന് പറയുന്നത് ഫിസൈലാണ്. അതുപോലെ തന്നെ thorium-232 ന്യൂട്രോൺ ബൊമ്പാർഡ്മെൻറ്റ് നടത്തിയപ്പോൾ നമുക്ക് thorium-233 കിട്ടി. അതിൽ നിന്നൊരു ബീറ്റ എലിമിനേറ്റ് ചെയ്തപ്പോൾ പ്രൊട്ടാക്ടീനിയം കിട്ടി. അതിൽ നിന്ന് ബീറ്റ എലിമിനേറ്റ് ചെയ്തപ്പോൾ വി ഹാവ് uranium-233. സോ വി ക്യാൻ പ്രൊഡ്യൂസ് ദീസ് തിങ്സ്. സോ uranium-235 പോലെ തന്നെ നമുക്ക് പ്ലൂട്ടോണിയം ആൻഡ് യുറേനിയം വി ക്യാൻ യൂസ് ദീസ് ആസ് ഫിസൈൽ മെറ്റീരിയൽ. സോ ഇവർക്ക് അപ്പോൾ ഫിഷൻ നടന്നിട്ട് നമുക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ യൂഷ്വലി നമ്മൾ ന്യൂക്ലിയർ റിയാക്ടറിൽ യൂസ് ചെയ്യുന്നത് നാച്ചുറൽ യുറേനിയമാണ്. The source is natural uranium. So it contains uranium-238 and uranium-235. Only small amount of uranium-235. സോ ഇവിടെ ന്യൂട്രോൺ ബൊമ്പാർഡ്മെൻറ്റ് നടക്കുമ്പോൾ ആദ്യം ഈ uranium-235 ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് ആ ബൊമ്പാർഡ്മെൻറ്റ് നടന്നിട്ട് നമുക്കറിയാം ബേരിയം ആൻഡ് ക്രിപ്റ്റോൺ ആയി മാറും. ആൻഡ് ഓൾസോ ദ റിക്വേഴ്സ് പ്രൊഡക്ഷൻ ഓഫ് 2 ന്യൂട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ. uranium-235 ന്യൂട്രോൺ ബൊമ്പാർഡ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ ഈ among these 2 neutron, one is used to again react with the uranium-235 available in the system. ആ ഫ്യൂവലിൽ ഉള്ള മറ്റ് uranium-235 ആയിട്ട് ഒരു ന്യൂട്രോൺ റിയാക്ട് ചെയ്യും. ഓക്കെ, ദെൻ അതർ ന്യൂട്രോൺ വിൽ റിയാക്ട് വിത്ത് uranium-238. നമ്മുടെ സിസ്റ്റത്തിൽ നമ്മളുടെ ഫിസൈൽ മെറ്റീരിയൽ uranium-238 ഉണ്ടല്ലോ. അപ്പോൾ നോക്കൂ, ആ ന്യൂട്രോൺ uranium-238 ആയിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ uranium-238 ആയിട്ട് ന്യൂട്രോൺ ബൊമ്പാർഡ് ചെയ്യുമ്പോൾ ഈ പ്രോസസ്സ് എല്ലാം അവിടെ നടക്കും. ദെൻ ഒരു പ്ലൂട്ടോണിയം അവിടെ ജനറേറ്റ് ചെയ്യും. ദെൻ അടുത്ത uranium-235 ആയിട്ട് ഈ ന്യൂട്രോൺ റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? വീണ്ടും 2 ന്യൂട്രോൺ പ്രൊഡ്യൂസ് ചെയ്യും. അതിൽ ഒരാൾ ഈ uranium-238 ആയിട്ട് റിയാക്ട് ചെയ്യും, വീണ്ടും പ്ലൂട്ടോണിയം ഉണ്ടാവും. സോ നമ്മൾ നാച്ചുറൽ യുറേനിയം വെച്ച് തുടങ്ങിക്കഴിഞ്ഞാലും uranium-235 എമൗണ്ട് ഇങ്ങനെ കുറഞ്ഞു വരും ആൻഡ് plutonium-239 എമൗണ്ട് കൂടിക്കൂടി വരും അല്ലേ. സോ ഇത്തരം റിയാക്ടേഴ്സിനെ നമ്മൾ ബ്രീഡിംഗ് റിയാക്ടേഴ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇവിടെ ഉണ്ടായ ഫിസൈൽ മെറ്റീരിയൽ പ്ലൂട്ടോണിയമാണ്, കൺസ്യൂം ചെയ്തത് യുറേനിയമാണ്. That is, the fissile material produced is, the amount of fissile material produced is greater than
വാട്ട് ഈസ് കൺസ്യൂംഡ്. കൺസ്യൂം ചെയ്തതിനേക്കാൾ കൂടുതൽ ഫിസൈൽ മെറ്റീരിയൽ ഇവിടെ ഉണ്ടായി. അപ്പോൾ എന്താ റിയാക്ഷൻ അങ്ങനെ പ്രൊസീഡ് ചെയ്യും. സോ ദിസ് ടൈപ്പ് ഓഫ് റിയാക്ടേഴ്സ് ആർ ടേംഡ് ആസ് ബ്രീഡർ റിയാക്ടേഴ്സ്. Here some nucleides are produced and the amount that is produced is greater than what is consumed. യുറേനിയം 235 ഇങ്ങനെ കൺസ്യൂം ചെയ്യപ്പെടുകയാണ്, പക്ഷേ അതിനനുസരിച്ച് ഇങ്ങനെ പ്ലൂട്ടോണിയം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. സോ സച്ച് റിയാക്ടേഴ്സ് ആർ ടേംഡ് ആസ് ബ്രീഡർ റിയാക്ടേഴ്സ്. So here the natural uranium contains both uranium 238 and uranium 235. Actually the reaction proceeds with the bombardment of neutron on uranium 235 and that produces about 2.5 neutrons. That is more than 2 neutrons will be produced. And among these, one is used for the propagation of reaction for this that will bombarded with the uranium 235. And the rest neutrons are bombarding with the uranium 238 and eventually this reaction will proceed and that results in the formation of plutonium. So as a result, the more fissile material plutonium will be produced and the amount of uranium 235 found to be decreased. So these type of reactors are termed as breeding reactors. So what is mean by breeding reactor? A reactor in which more fissile material is produced than what is consumed. Such reactors are called as breeder reactor. നമ്മൾ ഇതിനെ ബ്രീഡിംഗ് പ്രോസസ്സ് എന്നാണ് പറയുന്നത്. നമ്മൾ ബ്രീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഫിസൈൽ മെറ്റീരിയൽസിനെ നമ്മൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ എന്തുണ്ടാവുന്നു, ഈ റിയാക്ഷൻ ഇങ്ങനെ പ്രൊസീഡ് ചെയ്യുന്നു. അപ്പോൾ ഇയാളുടെ എമൗണ്ട് കുറഞ്ഞാൽ പോലും നമുക്ക് ഇവിടെ ഫിസൈൽ മെറ്റീരിയൽ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തത് കൊണ്ട് ആ റിയാക്ഷൻ അങ്ങനെ കണ്ടിന്യൂ ചെയ്തിരിക്കും. സോ അതാണ് ബ്രീഡർ റിയാക്ടർ. എ ബ്രീഡർ റിയാക്ടർ ഈസ് ഇൻ വിച്ച് മോർ ഫിസൈൽ മെറ്റീരിയൽ ഈസ് പ്രൊഡ്യൂസ്ഡ് ദാൻ വാട്ട് ഈസ് കൺസ്യൂംഡ് in the production of energy and power. And by this process, that is the process of breeding, the stockpile of fissile material is increasing. Stockpile means more amount of fissile material is increasing. So that is about the breeder reactor. Actually the term breeder can be used only when the fissile nuclide that is produced and consumed must be same. സെയിം ആണെങ്കിൽ മാത്രമേ അതിനെ നമ്മൾ ബ്രീഡർ റിയാക്ടർ എന്ന് പറയുന്നുള്ളൂ. അതായത് നമ്മൾ ആൾറെഡി പഠിച്ചു, ഒരാൾ കൺസ്യൂം ചെയ്യുന്നു, മറ്റേ ആളിങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു അല്ലേ. രണ്ടും സെയിം ആണെങ്കിൽ മാത്രമേ അതിനെ നമ്മൾ ബ്രീഡർ റിയാക്ടർ എന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മളിവിടെ പറഞ്ഞ ഡിസ്കഷനിൽ നോക്കൂ, ഇവിടെ കൺസ്യൂം ചെയ്യുന്നത് യുറേനിയം 235, പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് പ്ലൂട്ടോണിയം 239. അപ്പോൾ ഈ ഒരു സിസ്റ്റം യുറേനിയം 235 ബാർ നാച്ചുറൽ യുറേനിയം അതാണല്ലോ സിസ്റ്റം. നമ്മൾ നാച്ചുറൽ യുറേനിയത്തിൽ യുറേനിയം 235 ഉണ്ട് അല്ലേ. അപ്പോൾ അതിനെ നമ്മൾ സ്യൂഡോ ബ്രീഡർ റിയാക്ടർ എന്ന് പറയുന്നത്. ആക്ച്വലി ഒരു ബ്രീഡർ റിയാക്ടർ ആവണമെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതും കൺസ്യൂമും ചെയ്യുന്നതും ഒരേ ന്യൂക്ലൈഡ് ആയിരിക്കണം. ഇവിടെ യുറേനിയം 235 കൺസ്യൂം ചെയ്യപ്പെടുന്നു, പ്ലൂട്ടോണിയം 239 പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. സോ ഇറ്റ് ഈസ് എ സ്യൂഡോ ബ്രീഡർ റിയാക്ടർ. ബട്ട് വി ക്യാൻ ഡെവലപ്പ് ദ ബ്രീഡർ റിയാക്ടർ ഇറ്റ് സെൽഫ്. എക്സാമ്പിൾ പ്ലൂട്ടോണിയം 239 നാച്ചുറൽ യുറേനിയം, ഈ സിസ്റ്റം നമ്മൾ എടുക്കുക വിചാരിച്ചോളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ആൾറെഡി സ്വല്പം പ്ലൂട്ടോണിയം 239 ആൾറെഡി എടുക്കുന്നു. അപ്പോൾ അതിനെന്ത് ചെയ്യുന്നു, അത് ആദ്യം ഫിഷൻ നടന്നിട്ട് ന്യൂട്രോൺ ഉണ്ടാവുന്നു. ആ ന്യൂട്രോൺ ഈ നാച്ചുറൽ യുറേനിയത്തിലെ യുറേനിയം 238 കമ്പൈൻ ചെയ്യുന്നു, പ്ലൂട്ടോണിയം ഉണ്ടാവുന്നു. അപ്പോൾ ഇവിടെ പ്ലൂട്ടോണിയമാണ് കൺസ്യൂം ചെയ്യപ്പെടുന്നത്, പ്ലൂട്ടോണിയമാണ്. യുറേനിയത്തിൽ നിന്ന് പ്ലൂട്ടോണിയം അല്ല ഉണ്ടാവുന്നത്, പ്ലൂട്ടോണിയമാണ് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ ബ്രീഡർ റിയാക്ടർ. ആൻഡ് അനദർ തിങ്, യുറേനിയം 233 നമ്മൾ എടുക്കുക. അപ്പോൾ അതിനാദ്യം ഫിഷൻ നടന്നിട്ട് ന്യൂട്രോൺസ് ഉണ്ടാവുന്നു. ആ ന്യൂട്രോൺസ് നാച്ചുറൽ തോറിയമായിട്ട് റിയാക്ട് ചെയ്യും. നാച്ചുറൽ തോറിയം എന്ന് പറയുന്നത് തോറിയം 232. അപ്പോൾ നോക്കൂ, ഇങ്ങനെ റിയാക്ഷൻ നടക്കും. ആ ന്യൂട്രോൺ കമ്പൈൻ ചെയ്യും, ഉണ്ടാവുന്നത് എന്തുതന്നെയാണ്, യുറേനിയം 233. ഇവിടെ ഉണ്ടാവുന്നത് യുറേനിയം 233 ആണ്, ഇവിടെ ഉണ്ടാവുന്നത് പ്ലൂട്ടോണിയം 230. അപ്പോൾ കൺസ്യൂം ചെയ്യപ്പെടുന്നതും പ്രൊഡ്യൂസ് ചെയ്യുന്നതും സെയിം ആയതുകൊണ്ട് ഇതും ഒരു ബ്രീഡർ റിയാക്ടറാണ്. അപ്പോൾ എന്താ ബ്രീഡർ റിയാക്ടർ? ഇൻ വിച്ച് the more fissile material is produced than what is consumed. Here in the case of a breeder reactor, more stockpile of this fissile material increases, and we can use the term breeder only when fissile nuclide produced and consumed must be same. And so the first example that we discussed is a pseudo breeder reactor, and we can develop such reactor, that is breeder reactor, in which plutonium 239 natural uranium system, uranium 233 natural thorium system. അപ്പോൾ ഇത് ബ്രീഡർ റിയാക്ടറിന് എക്സാമ്പിളാണ്. സെയിം ആളാണ് കൺസ്യൂം ചെയ്യപ്പെടുന്നതും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതും. നമ്മൾ ആൾറെഡി പഠിച്ച നാച്ചുറൽ തോറിയത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന കാര്യം അല്ലേ. അപ്പോൾ യുറേനിയം 238 യൂസ് ചെയ്യുന്നു, യുറേനിയം 233 തന്നെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. സോ ദീസ് ആർ ബ്രീഡർ റിയാക്ടേഴ്സ്.
Now let us check some nuclear reactors in India. ഇന്ത്യയിലുള്ള nuclear reactors. Actually in India there are two purposes for which nuclear reactors are using, that is nuclear research and nuclear power production. Researchന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, also for power production. So first we can check, that is nuclear reactors used for nuclear research. And you know, Apsara, this is the first nuclear reactor that was built in India. ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ ന്യൂക്ലിയർ റിയാക്ടറാണ് അപ്സര. ആക്ച്വലി ദിസ് ഈസ് ദ ഫസ്റ്റ് ന്യൂക്ലിയർ റിയാക്ടർ ഇൻ ഏഷ്യ ഇറ്റ് സെൽഫ്. ഏഷ്യയിലെ ആദ്യത്തെ റിയാക്ടർ അപ്സരയാണ്. ആൻഡ് വി ഓൾറെഡി ലേൺ ദാറ്റ് ചിക്കാഗോ പൈൽ, ദാറ്റ് ഈസ് ദ വേൾഡ്സ് ഫസ്റ്റ് ന്യൂക്ലിയർ റിയാക്ടർ ചിക്കാഗോ പൈൽ അല്ലേ. ഏഷ്യയിൽ ഉള്ളത് ഇന്ത്യ ബിൽറ്റ് ചെയ്ത അപ്സരയാണ്. And you know, that is situated in BARC. BARC means Baba Atomic Research Center, Trombay. മഹാരാഷ്ട്രയിലുള്ള ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്ററിലാണ് ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് വാസ് ബിൽറ്റ് ഇൻ 1956. And another important thing, it uses the fuel enriched uranium. We already learned about natural uranium and enriched uranium. Enriched uranium contains more amount of uranium-235. Okay, and the fuel was supplied by Britain. UK-യിൽ നിന്നായിരുന്നു അത് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. Okay, so that is nuclear reactor Apsara. And what are the important things that is usually used for the production of radioisotopes? Radioisotopes-ന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിരുന്നത്, as well as for റിസർച്ചിനെ യൂസ് ചെയ്തിരിക്കുന്നു. ആൻഡ് ഇമ്പോർട്ടൻറ്റ് പ്രോസസ് ലൈക്ക് ന്യൂട്രോൺ ആക്ടിവേഷൻ അനാലിസിസ്, ഈ സ്റ്റഡീസ് എല്ലാം നമ്മൾ അപ്സര വെച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. So that is the first nuclear reactor in India, that is in Asia also, and is situated in BARC, Baba Atomic Research Center, Trombay, and it uses the fuel enriched uranium supplied by Britain, and it is actually used for the research purpose and for the production of radioisotopes and neutron activation analysis. The second nuclear reactor is CIRUS. CIRUS means Canada, India, Reactor US. Canada, India, Reactor US. അതാണ് CIRUS. It was built in 1960. ഇതിൽ നമ്മളുടെ ഫ്യൂവൽ സപ്ലൈ ചെയ്തിരുന്നത് കാനഡയായിരുന്നു. ഓക്കെ, ഇന്ത്യയിൽ ബിൽറ്റ് ചെയ്തു, കാനഡയിൽ നിന്ന് നമുക്ക് ഫ്യൂവൽ കിട്ടി. ആൻഡ് US-ൽ നിന്നാണ് ഹെവി വാട്ടർ, നമ്മൾ മോഡറേറ്ററായിട്ട് ഹെവി വാട്ടർ യൂസ് ചെയ്യുന്നില്ലേ, D2O, അപ്പോൾ US ആണ് അത് സപ്ലൈ ചെയ്തിരുന്നത്. സോ ദ നെയിം സൈറസ്. ഓക്കെ, ആൻഡ് അപ്പോൾ നമുക്ക് ഫ്യൂവൽ തന്നിരുന്നത് കാനഡയിൽ നിന്നായിരുന്നു. ഇൻ 1974 നമ്മൾ പ്ലൂട്ടോണിയം ഫ്യൂവൽ യൂസ് ചെയ്തു. അതുവരെ യുറേനിയം ആയിരുന്നു, പ്ലൂട്ടോണിയം യൂസ് ചെയ്തു. ആ ഒരു ഇൻസിഡൻറ്റിനെ നമ്മൾ സ്മൈലിംഗ് ബുദ്ധ എന്നാണ് പറയുന്നത്, സ്മൈലിംഗ് ബുദ്ധ. അപ്പോൾ അത് ബാർക്കിൽ വെച്ചിട്ട് തന്നെയായിരുന്നു. ബാർക്ക് പറഞ്ഞ ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്റർ. അവിടെ നമ്മൾ ഫസ്റ്റ് പ്ലൂട്ടോണിയം ഫിസൈൽ മെറ്റീരിയൽ യൂസ് ചെയ്തു. ആ പ്രോസസ്സിനെ നമ്മൾ സ്മൈലിംഗ് ബുദ്ധ എന്നാണ് പറയുന്നത്. പക്ഷേ 2010 അത് ക്ലോസ് ചെയ്തു, ആ റിയാക്ടർ ക്ലോസ് ചെയ്തു. Then there are some other reactor like Zarlina, Purnima 1, 2, 3, Dhruva, Kamini. ഇതൊക്കെ പുതിയ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ഒക്കെ വന്നു. റിസർച്ചിനെ ബേസ് ചെയ്തിട്ടുള്ള ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ആണിതൊക്കെ. സോ റിസർച്ചിന് വേണ്ടിയുള്ള ന്യൂക്ലിയർ റിയാക്ടേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് ന്യൂക്ലിയർ പവർ പ്രൊഡക്ഷൻ. വി ക്യാൻ കൺവേർട്ട് ദിസ് ന്യൂക്ലിയർ എനർജി ഇൻ ടു പവർ, ഇലക്ട്രിസിറ്റി ആക്കി മാറ്റാം എന്ന് നമ്മൾ ന്യൂക്ലിയർ റിയാക്ടർ സെക്ഷനിൽ പഠിച്ചു അല്ലേ. സോ ദാറ്റ് ഈസ് എ പീസ്ഫുൾ യൂസ് ഓഫ് ന്യൂക്ലിയർ എനർജി. നല്ലൊരു യൂസിനാണ് അതായത് ന്യൂക്ലിയർ എനർജിയെ നമ്മൾ ഇലക്ട്രിക്കൽ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഫസ്റ്റ് ആ ഒരു കൺസെപ്റ്റ് ഫസ്റ്റ് ഡെവലപ്പ് ചെയ്തത് 1969 ഇൻ ഇന്ത്യയിൽ. ആൻഡ് ദാറ്റ് ഈസ് ടാപ്സ്, ദാറ്റ് ഈസ് താരാപൂർ അറ്റോമിക് പവർ സ്റ്റേഷൻ. താരാപൂർ അറ്റോമിക് പവർ സ്റ്റേഷൻ അതാണ് ഫസ്റ്റ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഇൻ ഇന്ത്യ, അത് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിച്ചത്. ഓക്കെ, ഇവിടെ നമ്മൾ അമേരിക്കയുടെ സഹായത്തോട് കൂടിയിട്ടാണ് ഈ ഒരു പവർ പ്ലാന്റ് ബിൽറ്റ് ചെയ്തത്. ആൻഡ് യു നോ, ന്യൂക്ലിയർ പവർ എന്ന് പറയുന്നത് ഫോർത്ത് സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റിയാണ്. നമുക്കറിയാം തെർമൽ, ഹൈഡ്രോ ആൻഡ് അതർ റിന്യൂവബിൾ റിസോഴ്സസ് ഒക്കെ ഉണ്ട് അല്ലേ എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ ന്യൂക്ലിയർ പവർ എന്ന് പറയുന്നത് ഫോർത്ത് സോഴ്സാണ്. നൗ വി ആർ യൂസിങ് അബൌട്ട് 3% നമുക്കൊരു ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ മറ്റുള്ളവയെ കമ്പയർ ചെയ്യുമ്പോൾ. ആൻഡ് ഒരു 2050 കൂടി ഒരു 25% ഒക്കെ എത്തിക്കാമെന്നാണ് നമ്മളെ വിഷൻ അതാണ്. ഓക്കെ, ആൻഡ് ദർ ആർ 6 states now having nuclear reactors. about 21 ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ഒക്കെ ഉണ്ട്. പ്രധാനമായിട്ട് നമ്മുടെ ചെറുതും വലുതുമായിട്ടുള്ള ഒരു 21 റിയാക്ടേഴ്സ് ആർ ദർ. ആൻഡ് ഇൻ കർണാടക, തമിഴ്നാട്, കൂടംകുളം നിങ്ങൾ കേട്ടിട്ടില്ലേ,
ആണവ റിയാക്ടറിനെ കുറിച്ചിട്ടൊക്കെ കൂടംകുളം, ദാറ്റ് ഇസ് ഇൻ തമിഴ്നാടു, ദെൻ മഹാരാഷ്ട്രയിലുണ്ട്, രാജസ്ഥാനിലുണ്ട്. ഡിഫറെൻറ്റ് ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ആർ ദർ. സോ ഫോർ റിസർച്ച് പർപ്പസിന് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ആൻഡ് ഓൾസോ ഫോർ ദ ന്യൂക്ലിയർ പവർ പ്രൊഡക്ഷൻ, ദാറ്റ് ഈസ് ഫോർ ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി. ഫസ്റ്റ് എന്നുള്ളത് ടാപ്സ് ആണ്, താരാപൂർ അറ്റോമിക് പവർ സ്റ്റേഷൻ. ഓക്കെ.